കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസികളായ 2 പേർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ അതിരപ്പള്ളിയിൽ ഹർത്താൽ. എല്ലാ പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് ജനകീയ ഹർത്താൽ. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ എന്നിവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി. അതിനിടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആംബുലൻസ് തടഞ്ഞ MP ബെന്നി ബെഹ്നാന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് അതിരപ്പള്ളിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. 2 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നേരത്തെയും ഈ ഒരു പ്രദേശത്ത് നിരവധി തവണ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി, ജനങ്ങളെ അപകടത്തിലാക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് 2 മരണം സംഭവിച്ചത്. ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് സബ് കളക്ടറും അതുപോലെ തന്നെ വാഴച്ചാൽ DFO ലക്ഷ്മിയും നമ്മോട് ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. അല്പസമയം മുമ്പാണ് പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച്, അതായത് ഈ കാട്ടാന ആക്രമണമാണോ എന്നുള്ള സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യത എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഇപ്പോൾ DFO നൽകിക്കഴിഞ്ഞു. അത് നൽകിയിരിക്കുന്നത് ഈ മരിച്ച സതീഷിന്റെ ശരീരത്തിൽ ചെറിയ ചതവുകളാണ് ഉള്ളത്. ഒരു കാട്ടാന ആക്രമിച്ചതാകാം എങ്കിൽ പോലും ഒരു കാട്ടാന ചവിട്ടിയരച്ചതിൻ്റെതായിട്ടുള്ള ചതവുകളില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിക്കുകളില്ല. ചെറിയ ചതവുകൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ കൂടെ മരിച്ചുള്ള മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്നാണ്. അതുകൊണ്ട് ചില സാധ്യതകൾ സംബന്ധിച്ച് സ്ഥിരീകരണത്തിൽ എത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പ് എത്താത്തത് എന്നാണ് ഇപ്പോൾ DFO വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളെയും അവർ വിമർശിക്കുകയുണ്ടായി. ഈ പ്രതിഷേധം ഇത്തരത്തിൽ അവിടെത്തുകാരല്ല പ്രതിഷേധം നടത്തിയത്, ചില രാഷ്ട്രീയ കക്ഷികളാണ് പ്രതിഷേധം നടത്തിയത് എന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഈ ഒരു സീസൺ ആയതിനാൽ തന്നെ പലരും വനത്തിനകത്താണുള്ളത്. ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ആയിട്ടുള്ള തിരക്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയമായതിനാൽ അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവർ. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു കാട്ടാന ആക്രമണത്തിൻ്റെതായുള്ള സാധ്യതകളുണ്ട്. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് എത്തുകയും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ DFO വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങളിൽ ഒരു മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും മറ്റൊരു മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളിയിൽ ഹർത്താൽ ആചരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. BJPയുടെ DFO മാർച്ചും നാളെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുന്നതോടുകൂടി കാട്ടാന ആക്രമണമാണോ എന്നത് സംബന്ധിച്ചിട്ടുള്ള വനം വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു സംശയമുണ്ട്. ആ സംശയത്തിന് ഒരു സ്ഥിരീകരണമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.